Good morning, students. In the last class, we discussed about the formatting tags and format painter, and also we had to set the margins and horizontal bar, vertical bar. Okay. Today, in this class, we have discussed about headers and footers. What do you mean by header and footer? In the Word document, we can apply header and footer on our document. We can insert the header and footer on Insert menu tag. These headers and footers are the parts of a document that contain special information such as page numbers and the total number of pages, the document title, company logo, any photo, etc. നമ്മൾ നോർമലി ഹെഡേഴ്സും ഫൂട്ടേഴ്സും നമ്മളുടെ വേർഡ് ഡോക്യുമെന്റിൽ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹെഡേഴ്സും ഫൂട്ടേഴ്സും നമ്മൾ സെറ്റ് ചെയ്യുന്നത് ലൈക്ക് പേജ് നമ്പേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് പേജ്, അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ, ഇനി എന്തെങ്കിലും കമ്പനി ലോഗോ ഉണ്ടെങ്കിൽ അത്, ഫോട്ടോ, ഇതൊക്കെയാണ് ഹെഡർ ഫൂട്ടറിൽ സെറ്റ് ചെയ്യാറുള്ളത്. ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ക്യാൻ ഹെൽപ്പ് കീപ് ലോങ്ങർ ഡോക്യുമെന്റ്സ് ഓർഗനൈസ്ഡ് ആൻഡ് മേക്ക് ദം ഈസിയർ ടു റീഡ്. നമ്മളിങ്ങനെ ഹെഡേഴ്സും ഫൂട്ടേഴ്സും ഡോക്യുമെന്റ്സിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മോർ റീഡബിൾ ആയിരിക്കും നമ്മുടെ ഡോക്യുമെന്റ്. Headers and footers are pieces of text, graphics that appear at the top and bottom of a page. അതൊരു ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് ആവാം. ഹെഡറും ഫൂട്ടറായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അത് അപ്പിയർ ചെയ്യുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആയിരിക്കും. ആഫ്റ്റർ യു സെറ്റ് അപ്പ് എ ഹെഡർ ആൻഡ് ഫൂട്ടർ, ദേ വിൽ അപ്പിയർ ഓൺ ഓൾ ഓഫ് യുവർ പേജസ്. ദ ഹെഡർ അപ്പിയേഴ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് എവരി പേജ് ആൻഡ് ദ ഫൂട്ടർ അപ്പിയേഴ്സ് അറ്റ് ദ ബോട്ടം ഓഫ് എവരി പേജ്. ഹെഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹെഡർ അപ്പിയർ ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദ പേജിലും അതുപോലെ ഫൂട്ടർ അപ്പിയർ ചെയ്യുന്നത് ബോട്ടം ഓഫ് പേജിലായിരിക്കും. അപ്പോൾ നമുക്കൊരു 10 പേജസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് പേജിൽ മാത്രം ഹെഡർ ഫൂട്ടർ സെറ്റ് ചെയ്താൽ മതി. ബാക്കി എല്ലാ പേജസിലേക്കും ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ അപ്പിയർ. ഓക്കെ. ടു ഇൻസേർട്ട് എ ഹെഡർ ഓർ ഫൂട്ടർ, നമുക്ക് ഒരു വേർഡ് ഡോക്യുമെന്റിലേക്ക് ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് 6 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, സെലക്ട് ദ ഇൻസേർട്ട് ടാബ്, ദെൻ ക്ലിക്ക് ചെയ്ത് ഹെഡർ ഓർ ഫൂട്ടർ കമാൻഡ്, എ ഡ്രോപ്പ് ഡൗൺ മെനു വിൽ അപ്പിയർ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഇൻസേർട്ട് ടാബിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഹെഡർ ആൻഡ് ഓൾസോ എ ഫൂട്ടർ. ക്ലിക്ക് ദ ഹെഡർ ടാഗ്. ഹെഡർ ടാബിൽ നമുക്കറിയാം ബ്ലാങ്ക് ഉണ്ട്, അതുപോലെ ആസ്റ്റിൻ, ബാൻഡഡ്, ഫെസറ്റ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് ആർ അവൈലബിൾ. അപ്പം ഇതിൽ ഏതിലാണോ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് ഒരു നോർമൽ ഹെഡർ ആണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നിടത്ത് ഇപ്പം ഞാൻ മെറ്റ്സ് കോളേജ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ എല്ലാ പേജിലും ഒരു ഹെഡറായിട്ട് ഞാൻ മെറ്റ്സ് കോളേജ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 പേജ് വന്നിട്ടുണ്ട്. ആ 2 പേജിലും മെറ്റ്സ് കോളേജ് എന്ന് ഓട്ടോമാറ്റിക്കലി ഹെഡർ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ. ദെൻ നമ്മൾ വെറുതെ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതി. അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാം മെറ്റ്സ് കോളേജ് എന്ന് പറഞ്ഞ ഒരു ഹെഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഫൂട്ടർ സെറ്റ് ചെയ്യാം. ഫൂട്ടർ ഇവിടെയുണ്ട്. ഫൂട്ടർ കൊടുക്കുക. ഫൂട്ടർ ഏതാണോ ടൈപ്പ് വേണ്ടത് ആ ഫൂട്ടർ സെറ്റ് ചെയ്യുക. അപ്പോൾ ഫൂട്ടറിന് നമുക്ക് ഇപ്പോൾ നമ്പർ ഓഫ് പേജസ് ആണെങ്കിൽ 5 പേജസ്. അപ്പോൾ ആ ഫൂട്ടർ 5 പേജസ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ പേജ് നമ്പർ ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ കറസ്പോണ്ടിങ് വന്നോളും. അങ്ങനെ ഹെഡർ ഫൂട്ടർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സെലക്ട് ഇൻസേർട്ട് ടാബ്, ദെൻ എയ്തർ ക്ലിക്ക് ഹെഡ് ഓർ ഫൂട്ടർ കമാൻഡ്, എ ഡ്രോപ്പ് ഡൗൺ മെനു വിൽ അപ്പിയർ. ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ മെനു സെലക്ട് ബ്ലാങ്ക് ടു ഇൻസേർട്ട് എ ബ്ലാങ്ക് ഹെഡർ ഓർ ഫൂട്ടർ ഓർ ചൂസ് വൺ ഓഫ് ദ ബിൽറ്റ് ഇൻ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽറ്റ് ഇൻ ഓപ്ഷൻസ് വെച്ചിട്ട് ആ ഒരു ഫോർമാറ്റിൽ ഹെഡർ ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാം. Then fourth step എന്ന് പറയുന്നത് ഡിസൈൻ ടാബ് will appear on the ribbon and the header or footer will appear in the document. Type the desired information onto the header or footer. Header or footer ആ ഡിസൈൻ ടാബ് വരുമ്പോൾ അതിൽ ഹെഡർ ആണെങ്കിലും ഫൂട്ടർ ആണെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ഇൻഫർമേഷൻ സെറ്റ് ചെയ്യുക. Then when you are finished, click close header and footer in the design tab or hit the escape key. അപ്പോൾ നമുക്കിവിടെ ഒന്നെങ്കിൽ ഇൻസേർട്ട് എന്നുള്ള ഹെഡർ ആൻഡ് ഫൂട്ടറിന് താഴെ ആ ടാബിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോർമലി എന്തെങ്കിലും ഹെഡർ ഫൂട്ടർ സെറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൂട്ട് നോട്ടാണ്. ഫൂട്ട് നോട്ട് നമുക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനോ ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫൂട്ട് നോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇറ്റ് വിൽ കണ്ടെയ്ൻ ദ സോഴ്സ് ഓഫ് ദ ഇൻഫർമേഷൻ ഓർ അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ടെക്സ്റ്റ് കണ്ടെയ്ൻഡ് ഇൻ ദ ഡോക്യുമെന്റ്. Footnotes are referenced items that appear outside the main flow of text in your document. നമ്മുടെ ഡോക്യുമെന്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓതർ ഓഫ് ദ ടെക്സ്റ്റ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫുട് നോട്ട് ആഡ് ചെയ്യാം. ഫുട് നോട്ട്സ് നോർമലി അപ്പിയർ ഓൺ ഈച്ച് പേജ് ഓഫ് യുവർ പ്രിന്റഡ് ഡോക്യുമെന്റ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ പേജ്. നമ്മൾ ഒരു പേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റയർ പേജിൽ നമുക്ക് എത്ര പേജസ് ഉണ്ടോ എല്ലാ പേജസിലും അത് ഓട്ടോമാറ്റിക്കലി വിൽ അപ്പിയർ. You can identify any text that points to a footnote by the small number after that text. Hence is an example of a footnote. നമ്മളൊരു ഫുട് നോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ, അതിൻ്റെ അവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫുട് നോട്ട്
ഡിസ്പ്ലേ ആയിക്കോളും. അതുപോലെ തന്നെ ഒരു എൻഡ് നോട്ടും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. എൻഡ് നോട്ട് ഇറ്റ് ഈസ് ആൻ അഡീഷണൽ ഇൻഫർമേഷൻ ഓർ ക്രെഡിറ്റ്സ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡോക്യുമെന്റ് ഇൻസ്റ്റെഡ് ഓഫ് അറ്റ് എൻഡ് ഓഫ് ഈച്ച് പേജ്. നമുക്ക് ഒരു ഡോക്യുമെന്റിന്റെ എൻഡ് ആയി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് നോട്ട് വേണമെങ്കിൽ കൊടുക്കാം. The difference is that end notes do not appear at the bottom of each page but at the end of each chapter of a book or at the end of book itself. അപ്പോൾ നമുക്കൊരു ബുക്കിന് എൻഡ് നോട്ട് കൊടുക്കാം, അല്ലാതെ അത് ഓരോ പേജസിലും ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ഒരു പാരഗ്രാഫിൽ നമ്മൾ എഴുതുവാണെങ്കിൽ അതിന്റെ എൻഡ് നോട്ട് ആയെന്ന് കാണിക്കാൻ വേണ്ടി നമുക്കൊരു എൻഡ് നോട്ട് ഡിസ്പ്ലേ ചെയ്യാം. അങ്ങനെ ഫുട് നോട്ടും എൻഡ് നോട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേജ് ഫോർമാറ്റിംഗ് ആണ്. പേജ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ടാഗ്സ് ഒക്കെ ഇപ്പൊ പേജ് ഫോർമാറ്റിംഗ്സിൽ വരുന്നതാണ് മാർജിൻസ് നമ്മൾ സെറ്റ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ പേപ്പർ സൈസ്, A4 സൈസ് പേപ്പർ ആണോ, അതിന്റെ ഓറിയന്റേഷൻ നമുക്ക് അതിന്റെ വിഡ്ത്ത് കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ദെൻ പേപ്പർ സോഴ്സ് ഫോർ എ പ്രിന്ററിന് വേണ്ടി ഏത് ടൈപ്പ് പേപ്പർ ആണെന്നുള്ളത് സെറ്റ് ചെയ്യാം. ദെൻ പേജ് ബോർഡേഴ്സ് സെറ്റ് ചെയ്യാം, വെർട്ടിക്കൽ അലൈൻമെന്റ്, അതുപോലെ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, ഹെഡേഴ്സ് ഫൂട്ടേഴ്സ്, കോളംസ് ആഡ് ചെയ്യാം, പേജ് നമ്പർ കൊടുക്കാം, ലൈൻ നമ്പറിംഗ്, ദെൻ ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട്. ഇത്രയും കാര്യങ്ങൾ പേജ് ഫോർമാറ്റിംഗിൽ വരുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഓട്ടോമാറ്റിക്കലി അസൈൻസ് പേജ് നമ്പേഴ്സ് ഓൺ ദ പേജസ് ഓഫ് യുവർ ഡോക്യുമെന്റ്. Typically, page numbers are printed either in the header or footer, but you have the option that can display the page number in the ലെഫ്റ്റ് ഓർ റൈറ്റ് മാർജിൻസ് അറ്റ് ദ ടോപ്പ് ഓർ ബോട്ടം ഓഫ് ദ പേജ്. അപ്പോൾ നമുക്ക് ഹെഡറോ ഫൂട്ടറോ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഹെഡറിലോ ഫൂട്ടറിലോ കൊടുക്കാം. ഇനി അല്ലാത്ത കേസിൽ പേജ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ പേജ് നമ്പർ ക്ലിക്ക് ചെയ്ത് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. Microsoft Word automatically starts a new page when the current page fills with the text, but you can insert a page break to force Word to start a text on a new page. അപ്പോൾ നമുക്ക് പേജ് ബ്രേക്കും അതുപോലെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പേജ് ബ്രേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജ് ബ്രേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇൻസേർട്ടിൽ പേജ് ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പേജ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ എത്ര പേജസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പേജ് ബ്രേക്ക് ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പേജ് ബ്രേക്കും നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. You can use section breaks to change the layout of formatting of a page or pages in your document. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എൻ്റയർ ഡോക്യുമെന്റിന്റെ ലേഔട്ട് മാറ്റാനും അല്ലെങ്കിൽ സിംഗിൾ കോളം പേജോ 2 കോളംസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. You can separate the chapters in your document so that page numbering for each chapter begins at once. നമുക്കറിയാം പേജ് നമ്പേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അത് ബിഗിൻ ചെയ്യുന്നത് പേജ് നമ്പേഴ്സ് എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് 1ൽ നിന്നാണ്. You can also create a different header or footer for a section of your document. അതുപോലെ തന്നെ നമുക്ക് ഹെഡർ ഫൂട്ടർ കൊടുക്കാം. ഹെഡറിലും നമുക്ക് വേണമെങ്കിൽ പേജ് നമ്പർ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫൂട്ടറായിട്ട് പേജ് നമ്പർ സെറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേജ് ഓറിയന്റേഷൻ ആണ്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേജ് ഫോർമാറ്റിംഗിൽ വരുന്നതാണ്. പേജ് ഓറിയന്റേഷൻ നമ്മളൊരു പേപ്പർ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഓറിയന്റേഷൻ ചോദിക്കാറുണ്ട്. ബൈ ഡിഫോൾട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് ഷോസ് എ പേജ് ഇൻ പോർട്രേറ്റ് ഓറിയന്റേഷൻ. അതായത് നമ്മൾ പേപ്പർ വെക്കുന്ന ആ നോർമൽ വേയിൽ തന്നെ പോർട്രേറ്റ് ആയിട്ടാണ് നമ്മൾ നോർമലി സെറ്റ് ചെയ്യാറുള്ളത്. ദെൻ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഇഞ്ചസ് പറഞ്ഞു കൊടുക്കാം. 8.5 ഇഞ്ചസ് ടു 11 ഇഞ്ചസ് വരെയുള്ള ആ ഇഞ്ചസ് ആണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. Then you can change the page orientation from portrait to landscape orientation. നമുക്ക് വേണമെങ്കിൽ പോർട്രേറ്റ് എന്നുള്ള ബൈ ഡിഫോൾട്ടിനെ ലാൻഡ്സ്കേപ്പ് ആക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീതിയിലായിരിക്കും നമ്മൾ പേപ്പർ സെറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. In such cases, width of the page will be more than the height of the page and the page will be 11 into 8.5 inches. അപ്പോൾ ഒരെണ്ണം ഹൊറിസോണ്ടലും ഒരെണ്ണം വെർട്ടിക്കലും ആയിട്ടായിരിക്കും പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പേജ് ഓറിയന്റേഷൻസ് സെറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പേജ് നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ഓറിയന്റേഷൻ കാണാറുണ്ട്. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്. ഡിഫോൾട്ട് പോർട്രേറ്റ് ആണ്. വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ടും ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാം. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർജിൻസ് ആണ്. മാർജിൻസ് ആർ ദ സ്പേസ് ബിറ്റ്വീൻ എഡ്ജ് ഓഫ് ദ പേപ്പർ ആൻഡ് ദ ടെക്സ്റ്റ്. നമുക്കറിയാം പേപ്പറിന്റെ എഡ്ജും ടെക്സ്റ്റും തമ്മിലുള്ള ഒരു സ്പേസ് ആണ് മാർജിൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ലെഫ്റ്റ് ആക്കാം, അതുപോലെ തന്നെ റൈറ്റ്, ബോട്ടം ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് വേർഡ് സെറ്റ് ഓൾ മാർജിൻസ് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം ടു 1 inch. ബൈ ഡിഫോൾട്ട് അത് വരുന്നത് ഒരു 1 സ്പേസ് കൊടുത്തിട്ടാണ് ലെഫ്റ്റിലും റൈറ്റിലും അതുപോലെ ടോപ്പിലും ബോട്ടത്തിലും ഒരു 1 മാർജിൻ സെറ്റ് ചെയ്തിട്ടാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. വേർഡ് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് എ പേജ് ബ്രേക്ക് വെൻ യു റീച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ പേജ്. ഒരു പേജിന്റെ എൻഡ് ആകുമ്പോൾ നമുക്കറിയാം അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഒരു ന്യൂ പേജ് വരികയാണ് ചെയ്യുക. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പേജ് ബ്രേക്ക് ഇൻസേർട്ട് ആവുന്നുണ്ട്. If you want the page to break in different places, you can insert a manual page break. ഇനി നമുക്കൊരു പേജിനെ ഡിഫറെന്റ് പ്ലേസസിൽ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പേജ് ബ്രേക്ക് സെറ്റ് ചെയ്യാം. അതർവൈസ് ബൈ ഡിഫോൾട്ട് വേർഡ് തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടാബ് എന്ന് പറയുന്ന ഡ്രോപ്പ് ക്യാപ്പ് ആണ്. ഡ്രോപ്പ് ക്യാപ്പ് നമുക്കറിയാം. നമ്മൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ കാണിച്ചിട്ടുണ്ട് യു എന്നുള്ളത് ക്യാപിറ്റൽ ആണ്, ബാക്കി അതിന്റെ കൂടെ വരുന്നതൊക്കെ സ്മോൾ ലെറ്റർ ആയിട്ട്. അപ്പോൾ ആ ഫസ്റ്റ് ലെറ്റർ മാത്രം നമുക്ക്
ഇങ്ങനെ എഴുതി കൊടുക്കാം. ഒരു ക്യാപിറ്റൽ ലെറ്റർ ലാർജ് ആക്കി ബിഗിനിങ് ഓഫ് ദ ടെക്സ്റ്റിൽ കാണിക്കാം. ബാക്കി അതിൻ്റെ കൂടെ വരുന്ന ഡെപ്തിൽ 2 or more ലൈൻസ് റെഗുലർ ടെക്സ്റ്റ് ആയിട്ടും ഡിക്ലെയർ ചെയ്യാം. അപ്പം അങ്ങനെ വരുന്നതാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയാം. അപ്പം നമുക്ക് വേർഡിൽ ഡ്രോപ്പ് ക്യാപ്പ് ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ക്യാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആ ഡ്രോപ്പ് ക്യാപ്പ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. A drop cap is a large capital letter at the beginning of the text block that has the depth of 2 or more lines of a regular text. It is used a decorative element at the beginning of the paragraph or section. The size of the drop cap is usually 2 or more lines. Use the drop caps to give your Word document a dramatic and polished look. നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് നമ്മൾ വേർഡ് ഡോക്യുമെൻ്റ് എടുക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു വേർഡ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഫസ്റ്റ് ലെറ്റർ നമുക്ക് ഡ്രോപ്പ് ക്യാപ്പിൽ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് എടുക്കുക. ദെൻ ഇവിടെ ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രോപ്പ് ക്യാപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പം 2 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഡ്രോപ്ഡ് എന്നുള്ളതാണ് കണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ മാത്രം ലാർജായിട്ട് എൻലാർജ് ചെയ്യുന്നു. ഇനി മാർജിനകത്ത് വേണം, ഇവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈൻസ് എത്രത്തോളം ഡ്രോപ്ഡ് ആവണം, ലൈൻസ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്റ്റൻസ്, ഒരു ടെക്സ്റ്റിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡ്രോപ്പ് ക്യാപ്പ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇൻസേർട്ട് മെനുവിൽ ജസ്റ്റ് ഒരു ലെറ്റർ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് മെനു എടുത്താൽ നമുക്ക് അതിൽ ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ദർ വിൽ ബി 2 kinds ഓഫ് സ്റ്റൈൽ ഫോർ ഡ്രോപ്പ് ക്യാപ്പ്, ഡ്രോപ്ഡ് ആൻഡ് ഇൻ മാർജിൻ. ഡ്രോപ്ഡ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്, അതുപോലെ ഇൻ മാർജിൻ. നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഡ്രോപ്ഡ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്, ഇൻ മാർജിൻ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ. ഡ്രോപ്ഡ് എന്ന് കൊടുത്താൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. മാർജിൻ ആണെങ്കിൽ മാർജിൻ സൈസിന്റെ അടുത്തേക്കായിരിക്കും. ടു ഇൻസേർട്ട് എ ഡ്രോപ്പ് ക്യാപ്പ് ഇൻ എ ഡോക്യുമെന്റ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് ദ ലെറ്റർ ഇൻ യുവർ ഡോക്യുമെന്റ് ദാറ്റ് യു വാണ്ട് ടു കൺവേർട്ട് ടു എ ഡ്രോപ്പ് ക്യാപ്പ് ലെറ്റർ. ഏത് ലെറ്റർ ആണോ നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ആക്കേണ്ടത് ആ ലെറ്റർ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ദെൻ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ ടെക്സ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ സെലക്ട് ഡ്രോപ്പ് ക്യാപ്പ്. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ക്യാപ്പിന്റെ ഓപ്ഷൻ കിട്ടും. ദെൻ ക്രിയേറ്റ് എ ഡ്രോപ്പ് ക്യാപ്പ് ദാറ്റ് ഫിറ്റ്സ് വിത്തിൻ യുവർ പാരഗ്രാഫ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡ്രോപ്ഡ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്, ഇൻ മാർജിനും ഉണ്ട്. അതിലേതാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ടു ഡ്രോപ്പ് ക്യാപ്പ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ലെറ്റർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ദെൻ ഇൻസേർട്ടിൽ ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് ഡ്രോപ്ഡ് ആക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെറ്റർ മാത്രം ഡ്രോപ്പ് ക്യാപ്പിൽ യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ടേബിൾസ് ആണ്. ടേബിൾസ് നമുക്കൊരു വേർഡ് ഡോക്യുമെന്റിൽ ടേബിൾസ് എന്ന് പറഞ്ഞാൽ അറിയാം, റോ ആൻഡ് കോളം ആണ്. വെർട്ടിക്കൽ കോളംസ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ റോസും ഉണ്ടാവും. ടേബിൾസ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു എങ്ങനെയാണ്, ഹൗ ക്യാൻ വി ഇൻസേർട്ട് എ ടേബിൾ ഫ്രം എ ടേബിൾ ഇൻ ടു എ വേർഡ് ഡോക്യുമെന്റ്. Table is a structure of vertical columns and horizontal rows with a cell at every intersection. Each cell can contain text or graphics and you can format the table in any way you want. Usually the top row in the table is kept as a table header and can be used to put some informative instruction. അപ്പോൾ നമ്മൾ നോർമലി കൊടുക്കുന്ന ഒരു ടേബിൾ, ആ ടേബിളിനകത്ത് റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. ടേബിളിന് ഒരു ഹെഡർ നമുക്ക് സെറ്റ് ചെയ്യാം, ടേബിൾ ഹെഡർ ആയിരിക്കും അത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേബിൾസ് ഉണ്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രാഫിക് ഗ്രിഡ്, ഇൻസേർട്ട് ടേബിൾ, ഡ്രോ ടേബിൾ ആൻഡ് ഇൻസേർട്ട് എ ന്യൂ ഓർ എക്സിസ്റ്റിംഗ് സ്റ്റൈൽ ഷീറ്റ്, അല്ലെങ്കിൽ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ടേബിൾ, ക്വിക്ക് ടേബിൾ, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഗ്രാഫിക് ഗ്രിഡ് ആയിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം, ദെൻ ഇൻസേർട്ട് ചെയ്യാം, ഇൻസേർട്ട് എന്നുള്ള മെനുന്ന് ദെൻ ഡ്രോ ചെയ്യാം, ഇൻസേർട്ട് അല്ലെങ്കിൽ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ടേബിൾ നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഒരു ടേബിളിനെ നമുക്ക് നമ്മുടെ വേർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അണ്ടർ ദ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ദ ഇൻസേർട്ട് ടേബിൾ ബട്ടൺ. അപ്പോൾ നമുക്ക് വേർഡ് ഡോക്യുമെന്റ് എടുത്തിട്ട് ഇൻസേർട്ടിൽ ടേബിൾ എന്നുള്ള മെനു ഉണ്ട്. ടേബിൾ കണ്ടോ, ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻസേർട്ട് ടേബിൾ, ഡ്രോ ടേബിൾ, കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ടേബിൾ നമ്മൾ ഇൻസേർട്ട് ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ എവിടെയാണോ നമുക്ക് ടേബിൾ വേണ്ടത് അവിടെ കൊണ്ട് കഴ്സർ പോയിന്റ് ചെയ്യുക. ദെൻ ഇപ്പോൾ ഈ ഒരു വേർഡാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് വന്നിരുന്നത്, അവിടെ സെലക്ട് ആയത്, അതുകൊണ്ട് അതൊരു ടേബിളിലേക്കായി. നമുക്ക് വേറൊരു ടേബിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇൻസേർട്ട് ടേബിൾ എടുക്കുക. അതിന് നമുക്ക് ഒന്നെങ്കിൽ ഇൻസേർട്ട് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കോളംസും റോസും ചോദിക്കും. അത് നമുക്ക് റോസ് കോളംസ് എത്രയാണെന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ക്ലിക്ക് ഇൻസേർട്ട് ടേബിൾ. ഇൻസേർട്ട് ടേബിളിൽ നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ആ ഡയലോഗ് ബോക്സിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും പറഞ്ഞു കൊടുക്കാം. അത് ബൈ ഡിഫോൾട്ട് വന്നത് ഇപ്പോൾ 4 കോളംസ് 5 റോസ് എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓട്ടോ ഫിറ്റ് ബിഹേവിയർ പാനലിൽ സെലക്ട് ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് സൈസ് ആയിട്ടും
കിട്ടും. അപ്പോൾ അത് നമുക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഓപ്ഷൻസ് ടേബിളിൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.